പെഹൽഗാമിൽ നിന്ന് ഇറങ്ങുകയാണ് തിരിച്ച്. ഇപ്പോൾ സമയം 9:15. അപ്പോൾ ഈ ഭംഗിയുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ ടൗണിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ശ്രീനഗറാണ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇന്നിനി ശിക്കാര റൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നാളെയാണ് നമ്മൾ ദൂത് പത്രി പോകുന്നത്. അപ്പോൾ തൽക്കാലം പെഹൽഗാമിനോട് വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യാണ്. പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും വെൽക്കം. ഫൈനലി നമ്മൾ അട്രാക്ഷനായിട്ടുള്ള ശിക്കാര റൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ചുറ്റും വെള്ളവും ചുറ്റും മലകളും ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂവും. വീണ്ടും വീണ്ടും പറഞ്ഞ് വഷളാക്കുന്നില്ല. ഞങ്ങൾക്ക് ഏകദേശം 90 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ടായിരുന്നു പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക്. ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തു ഞങ്ങൾ പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്താൻ. ഞങ്ങൾ വന്നിറങ്ങിയ സമയത്തിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ബഹളമൊന്നുമില്ലാതെ വളരെ കാമൻ ക്വയറ്റായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റി. ആൾക്കാരാണ് ഇവിടെ ലെഫ്റ്റിൽ താമസിക്കുന്നത്. ഇതൊരു ഐലൻഡാണ്, ഗോൾഡൻ ഐലൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് റിച്ചായിട്ടുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. മഴക്കാലമൊക്കെ വരുമ്പോഴും വെള്ളം കയറുന്ന സമയത്ത് അവർ ഇവിടുന്ന് മാറി കരയിലുള്ള വീടുകളോട് താമസിക്കും. അല്ലാത്ത സമയത്ത് ഇവിടെയാണ് ഇവരുടെ സ്റ്റേ. ഇവിടെ പ്രൈവറ്റ് ഏരിയ ആണ്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ സ്റ്റേ ഒന്നും ചെയ്യാൻ പെർമിഷൻ ഇല്ല. നമ്മളിപ്പോൾ ദാൽ ലേക്കിൻ്റെ നടുവിലെത്തിയിട്ടോ. ചാർചിനാർ എന്നാണ് ഈ ഒരു ഐലൻഡിൻ്റെ പേര് വരാൻ കാരണം ഈ ചതുരത്തിലുള്ള ബിൽഡിങ് ഐലൻഡിൻ്റെ 4 കോർണറിലും ചിനാറിൻ്റെ മരങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ചാർചിനാർ എന്ന് പറയുന്നത്. 4 ഭാഗത്തും 4 കോർണറിലും ഇവർ ഓരോ വ്യൂ പോയിൻ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിനാറിൻ്റെ മരത്തിൻ്റെ അടിയിൽ ചെറിയൊരു പൂന്തോട്ടം ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ ചാർചിനാറിൻ്റെ പരിസരമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ വീണ്ടും നമ്മൾ ശിക്കാര റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഏകദേശം ഒരു 18 കിലോമീറ്റർ സ്ക്വയർ ഓപ്പൺ വാട്ടർ ഏരിയയുള്ള ഒരു വലിയ ലേക്കാണ് കേട്ടോ ദാൽ ലേക്ക്. ഏകദേശം 40,000-നും 60,000-നും ഇടയിൽ ആൾക്കാർ ദാൽ ലേക്കിൽ താമസിക്കുന്നുണ്ട്. ഹൗസ് ബോട്ടുകളിലും ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷികളിലൊന്ന് താമരേൻ്റെ കൃഷിയാണ്. പിന്നെ പോരാതെ തന്നെ ഒരുപാട് വാട്ടർ ലില്ലീസ് നമുക്ക് അവിടെ കാണാൻ പറ്റി. ഭയങ്കര കൗതുകമായിട്ട് തോന്നിയൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ വാട്ടർ ലില്ലീൻ്റെയും താമരേൻ്റെ ഒക്കെ തണ്ടുകൾ ഇലകളൊക്കെ വെച്ചിട്ട് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലോട്ടിംഗ് ലാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇവർ കൃഷിയൊക്കെ ചെയ്യുന്നത്. പച്ചക്കറികൾ, അത്യാവശ്യത്തിനുള്ള ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിതിൻ്റെ മുകളിലാണ് കൃഷി ചെയ്യുന്നത്. അത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. പിന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം നമ്മളെ ഹൗസ് ബോട്ടിങ്ങും ടൂറിസവും ശിക്കാര റൈഡും തന്നെയാണ്. അവിടെ ഇങ്ങനെ പല ഹൗസ് ബോട്ടുകളുടെ സൈഡിലും ഇവർ ലോട്ടസിൻ്റെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശിക്കാര
റൈഡ് ചെയ്യുന്നത് 2 ചേട്ടന്മാരാണ് ലോക്കലായിട്ടുള്ള. അവർക്ക് ഈ സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ യാത്രയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഷിക്കാര റൈഡിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിത്തുടങ്ങി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. പലതരത്തിലുള്ള കരകൗശല ഐറ്റംസ്, കാശ്മീരി ഷാളുകൾ, അവരുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ട് കാണാം. കൂടെ തന്നെ ഇവരുടെ ഡെയിലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പ്രൊഫഷണൽ സ്റ്റോർസും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി. ഇതും ഭയങ്കര ഒരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ്. വളരെ കൗതുകമായിട്ടുള്ള വേറൊരു കാഴ്ച. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണുന്നത്. ഷിക്കാര റൈഡിന് ശേഷം ഞങ്ങൾ ചെന്നത് ഗോപാദ്രി ഹില്ലിലേക്കാണ്. 1000 ഫീറ്റ് എബോ ആണ് ശ്രീനഗറിൽ നിന്ന് ഈ സ്ഥലത്തിന്. ഇവിടെയാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ശങ്കരാചാര്യ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മളെ ദാൽ ലേക്കിൻ്റെയും ശ്രീനഗർ ടൗണിൻ്റെയും ഒക്കെ ഒരു പനോരമിക് വ്യൂ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ശ്രീനഗറിലത്തെ ആദ്യത്തെ ദിവസമാണെന്ന്. ഞങ്ങൾ ഷിക്കാര റൈഡും ശങ്കരാചാര്യ ടെമ്പിളും കഴിഞ്ഞ് ഇപ്പം ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നു. ഇവിടെ ഒരുപാട് ചെടികളും ചെറിയൊരു ലേക്കും ഫൗണ്ടൈനൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇവരുടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് 60 റുപ്പീസാണ് ഇവിടെ ടിക്കറ്റ് അവർ എടുക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. രാവിലെ ഇറങ്ങിയതാണ്, കുറച്ച് വയ്യാതായി തുടങ്ങി, കുറേ ദിവസത്തെ ഓട്ടം. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ എനർജി പിന്നെയും കയറി വരുന്നുണ്ട്. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണിയാവാറായി. അപ്പോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അടുത്തത് നിശാന്ത് ബാഗല്ലേ, അടുത്ത ഒരു കുറച്ചും കൂടി വലിയൊരു ഗാർഡൻ ഉണ്ട്, അത് വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ അടുത്ത പ്ലാൻ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകും. ഞങ്ങളിപ്പോൾ നിശാന്ത് ബാഗ് ഗാർഡൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെ 60 രൂപയാണ് ടിക്കറ്റ്, 30 രൂപ ഒരാൾക്ക്. ലേക്കിൻ്റെ നേരെ മുന്നിലാട്ടോ അത്. എനിക്കൊന്നത് കുറേ പഴയ കൺസ്ട്രക്ഷനാണെന്ന് തോന്നുന്നു. കോട്ട പോലെയൊരു സംവിധാനത്തിൻ്റെ അതിലേക്കാണ് എൻട്രി. ഗാർഡൻ്റെ അകത്ത് കാണേണ്ട കാഴ്ചകൾ എന്താ അറിയുമോ? അത്രയും കാലപ്പഴക്കമുള്ള ചിന്നാറിൻ്റെ ട്രീകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന് ഓരോന്നിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ ഞെട്ടും കേട്ടോ. നമ്മൾ അത്രയും പ്രായമുള്ളതാണ്.
ഇതൊക്കെ ഈ വേനൽക്കാലത്തുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ. അങ്ങനെ ശ്രീനഗറിലെ നമ്മളെ സെക്കൻഡ് ഗാർഡൻ നമ്മൾ കവർ ചെയ്തു. വൈകുന്നേരം ഇപ്പോൾ ഏകദേശം 5:15 ഇനിയിപ്പം എല്ലാ റൂമിലേക്ക് നടന്നാലോ എന്നുള്ള ചിന്തയിലാണ്. ശ്രീനഗറിൽ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പം തണുക്കുന്നുണ്ട്, ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടൂർ ഏതാണ്ട് പരിസമാപ്തിയിലെത്തി. ഇന്ന് കണ്ട കാഴ്ചകളൊക്കെ വളരെ നല്ലതായിരുന്നു കേട്ടോ. ദാൽ ലേക്കിലെ നമ്മളെ ശിക്കാര റൈഡ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വാസ് റിയലി ബ്യൂട്ടിഫുൾ. പിന്നെ നമ്മളെ ഈ ഗാർഡൻസൊക്കെ മിക്കവാറും നമ്മൾ കണ്ട് പരിചയമുള്ള, നമ്മളെ മൈസൂരാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള ഗാർഡൻസിൻ്റെ ഒക്കെ ഒരു ഛായ ഉണ്ട് ഇതിന്. പിന്നത്തെ ഒരു കാര്യം ഈ ഒരു ഗാർഡനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നാച്ചുറൽ സ്ട്രീമിൽ നിന്നാണ് ഇവർ ഈ ഒരു കുളത്തിൻ്റെ ഭാഗമായിട്ട് താഴോട്ട് ഒഴുകി പോകുന്നൊരു വഴിയൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇവിടെ സമ്മറാണ്. സമ്മർ ആകുമ്പോഴത്തേക്ക് ഇത് പറ്റും. കഴിഞ്ഞ മാസം വരെ ഇത് ലൈവായിട്ട് ഓടും തോന്നുന്നു, 2 മാസം മഞ്ഞുരുകിയിട്ടുള്ള സമയമുണ്ടല്ലോ. അത് കാണേണ്ട ഒരു കാഴ്ചയായിരിക്കും. ഞാൻ കുറേ വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ആക്റ്റീവായിരിക്കുന്ന വിചാരിച്ചേ. ഓൾമോസ്റ്റ് ജസ്റ്റ് നിന്നിട്ടേ ഉള്ളൂ. കുളത്തിലൊക്കെ നിറയെ വെള്ളമുണ്ട്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഒരുപാട് കാലം മുന്നേ നടത്തിയതാണ്. അപ്പം അതിൻ്റേതായ ഭംഗി അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും നശിപ്പിച്ചില്ല. ചിന്നാർ മരങ്ങളാണ്, നിറയെ ഇലകൾ പൊഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഇലകളൊക്കെ പഴുത്ത് വരികയാണ്. അത് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇനിയിപ്പം ഇവിടുന്ന് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. നാളെ വീണ്ടും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈഡാണ് പോകുന്നത്. ദൂത് പാത്രി കവർ ചെയ്യണം നമ്മൾ. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ന് വിട പറയാണ്.